ചാൾസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കേരളത്തിൽ വാഹനം ഓടിച്ച് പോകുമ്പോൾ കേരളത്തിന് പുറത്തും സാധാരണമായി കാണുന്നതാണ് പ്രൈവറ്റ് വാഹനങ്ങളിൽ മുൻപിലും പിൻപിലെയും ഗ്ലാസ്സിലോ എവിടെയെങ്കിലുമായിട്ട് എൽ ബോർഡ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനങ്ങൾ കാണാറുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലേണേഴ്സ് ലൈസൻസ് ഉള്ള ആളാണ്, പഠിക്കുന്ന ആളാണ് ഓടിക്കുന്നത്. നമ്മുടെ ഹൈവേകളിൽ 80, 100, 120 പോകുന്ന ആൾക്കാർ എൽ ബോർഡ് ഒട്ടിച്ച് പോകുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണല്ലോ. അത് മനസ്സിലാക്കാൻ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പലരോടും ചോദിക്കാറുണ്ട് ഇതെന്താണ് ഇതിൻ്റെ കാരണമെന്ന്. അടുത്ത കാലത്ത് പഠിച്ചതേ ഉള്ളൂ എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിക്കോട്ടെന്നാണെന്ന്. അത് MVD ഇവിടെ സമ്മതിക്കുന്ന കാര്യമാണോ? പഠിച്ച ഒരാൾ ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഹൈവേ കൂടെ വാഹനം ഓടിക്കാൻ പാടുണ്ടോ? പഠിക്കുന്ന ആൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിറങ്ങി ഒരു സാധാരണ നാട്ടിൻപുറത്തെ റോഡിൽ ഹൈവേയിൽ ഓടിക്കാൻ പ്രാപ്തനാകുമ്പോഴാണ് റോഡിൽ ഇറങ്ങേണ്ടത്. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞ് റോഡിൽ വാഹനം ഓടിക്കാൻ നിയമമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അധികാരികളാണിത് ക്ലിയർ ചെയ്യേണ്ടത്, പറഞ്ഞു തരേണ്ടത്. അതുകൊണ്ടിത് അധികാരികൾക്കുള്ള ഒരു ചോദ്യമായിട്ടാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. ഈ വാഹനം ഓടിക്കാൻ പ്രാപ്തനല്ലാത്ത ഒരാൾ വാഹനവും കൊണ്ട് റോഡിലിറങ്ങുമ്പോൾ അയാൾക്ക് മാത്രമല്ല മറ്റു വാഹനം ഓടിക്കുന്നവർക്കും വഴിയെ നടന്നു പോകുന്നവർക്കും ഒക്കെ അപകടമാണ്. എനിക്ക് വാഹനം ഓടിക്കാൻ അറിയില്ല എന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഒരാൾ പഠിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അംഗീകൃതമായി പഠിപ്പിക്കാൻ അനുവാദമുള്ള ഒരാൾ ഇടതുവശത്ത് ഇരിക്കുമ്പോൾ മാത്രമാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന ഒരാൾക്ക് പഠിക്കാൻ കഴിയുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണയും എൻ്റെ അറിവും. അങ്ങനെ പഠിച്ചതിന് ശേഷം ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് ലൈസൻസ് ഉണ്ട്, എൻ്റെ പുറകെ വരുന്നവർ ശ്രദ്ധിക്കണമെന്ന് മറ്റുള്ളവരെ അറിയിക്കാനാണ് ഞാൻ എല്ലാം എഴുതി വെച്ചതെന്നൊക്കെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് അനുവദനീയമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പുതിയതായിട്ട് ഹെവി ലൈസൻസ് എടുക്കുന്ന ഒരാൾ ലോറി ഓടിച്ചു പോകുമ്പോൾ പിന്നിലും ബാക്കിലും എൽ വെച്ച് കൊണ്ടേ പോകാനായിട്ട്, ഞാൻ പഠിച്ചതേ ഉള്ളൂ, പുറകെ വരുന്നവർ ശ്രദ്ധിച്ചോണം എന്ന് മനസ്സിലാക്കാനായിട്ട് എന്ന് പറഞ്ഞ മാതിരി ഇതിനൊരു അവസാനം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വീഡിയോ കാണുക, ഇത്തരം ചിത്രങ്ങൾ നിങ്ങൾക്കും എടുത്ത് MVDക്ക് അയച്ചു കൊടുക്കാവുന്നേ. ഞാൻ ഈ വഴിയെ പോകുന്നവർക്ക് ആർക്കും ശിക്ഷ മേടിച്ചു കൊടുക്കാനായിട്ടല്ല ഈ വീഡിയോകളൊന്നും അവതരിപ്പിക്കുന്നത്. ഇത്തരം പൊതു താല്പര്യ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർ ചുരുങ്ങിയവരാണെങ്കിലും ഈ വീഡിയോകൾ പിന്നീട് കൂടുതൽ പേര് കാണാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വിചാരത്തിലും കൂടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, അധികാരികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ല കാര്യം. കൂടാതെ ഇനി ഈ വീഡിയോ കാണാൻ ഇടയാകുന്നവരും ബോധവാന്മാരാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കഴിവിൻ്റെ പരമാവധി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.